KSRTC വരുന്നു, BSF വരുന്നു, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു. പറയുന്ന കഥകളിലൊക്കെ നിങ്ങൾ നോക്കിക്കേ ബഷീറിന്റെ അവിടെ മുറി അറയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടാവും. ഇപ്പൊ മൂടുപടം അണിഞ്ഞ ഒരു പെൺകുട്ടി അവിടെയുണ്ട്. അവള് ഒരു കന്യകയായ പെൺകുട്ടിയാണ്. ഈ കണ്ടോ, ഫൂക്കന്റെ കൃതിയാണ് ഫുലി. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ ചങ്ങാതിമാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ കോഡ് രൂപത്തിൽ രസകരമായിട്ട് പഠിക്കുകയാണ്. നോക്കൂ, ജ്ഞാനപീഠം പുരസ്കാരത്തെ കുറിച്ച് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. 10th ലെവൽ, പ്ലസ് 2 ലെവൽ, ഡിഗ്രി ലെവൽ, നിങ്ങൾ എഴുതുന്ന ഏതൊരു PSC പരീക്ഷയാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ്, ടോപ്പിക്കാണ്. നമുക്കിത് രസകരമായിട്ട് പഠിക്കാം. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. കൂട്ടുകാർക്ക് അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ജ്ഞാനപീഠം. അപ്പൊ ജ്ഞാനപീഠം പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ആദ്യത്തെ പോയിന്റ്, ഈ ഒരു ജ്ഞാനപീഠം പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതിന്റെ സ്ഥാപകനായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്ന വ്യക്തി ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പിക്ചറൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ പഠിക്കേണ്ട പോയിന്റ് ആണ് ശാന്തി പ്രസാദ് ജെയിൻ. പഠിച്ചേ, ശാന്തി പ്രസാദ് ജെയിൻ. 1961 ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഈ ഒരു സാഹിത്യ പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ് ശാന്തി പ്രസാദ് ജെയിന് ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ നോട്ട് ചെയ്ത് വെക്കുക, 1961. എന്നാൽ ആ വർഷം ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് നൽകുന്നില്ല. ആദ്യമായിട്ട് നൽകുന്നത് PSC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. നിങ്ങൾക്ക് ഇന്ന് കോഡാക്കിയിട്ട് ഞാൻ പഠിപ്പിച്ചു തരും, മേടിക്കേണ്ട. 1965 പഠിച്ചേ. 11 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു തുക. എന്ത്, നമ്മുടെ പുരസ്കാരത്തിന്റെ സമ്മാന തുക 11 ലക്ഷം രൂപയാണ്. നോക്കൂ, ആദ്യത്തെ വിജയ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം, G ശങ്കരക്കുറുപ്പാണ്. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 പേർക്കാണ് ഇതുവരെ നമ്മുടെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വിജയ് ഒരു മലയാളിയായിരുന്നു. അപ്പൊ നോക്കുക, 22 ഭാഷകൾ, ഇന്ത്യയില് ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ 22 കൂട്ടുകാർക്കറിയാം. അപ്പൊ ഇന്ത്യയിലെ 22 ഭാഷകളിൽ പുറത്തിറങ്ങുന്ന സാഹിത്യ കൃതികളെ മുൻനിർത്തിക്കൊണ്ട് ആ സാഹിത്യകാരന്മാർക്കൊക്കെയാണ് ഈ പറയുന്ന ജ്ഞാനപീഠം പുരസ്കാരം നൽകുന്നത്. ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഹിന്ദി ഭാഷയിലാണ്. ഏർപ്പെടുത്തിയ വ്യക്തി ശാന്തി പ്രസാദ് ജെയിൻ. എത്ര രൂപയാണ് സമ്മാന തുക? 11 ലക്ഷം രൂപയാണ്. 1965 ആദ്യമായിട്ട് നൽകിയത് G ശങ്കരക്കുറുപ്പ്. വിശദമായിട്ട് പഠിക്കാം. നോക്കൂ, 1965 G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ഈ ഒരു ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. കൃത്യമായിട്ട് പഠിക്കണം. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ജ്ഞാനപീഠം പുരസ്കാരം നൽകുന്നു. ആർക്കാണ് കിട്ടുന്നത്? G ശങ്കരക്കുറുപ്പിന്. ഏത് വർഷം? 65. 1965 എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് പല രൂപത്തിൽ കേരളത്തിലെ പിള്ളേർ പഠിക്കുന്ന കോഡാണ്. ഞാൻ ഉണ്ടാക്കിയ കോഡൊന്നുമല്ല, പക്ഷെ ഇത് എന്റേതായ ഒരു ഭാഷയിൽ ഞാനൊന്ന് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മൊബൈൽ ഫോണിലോ എവിടെയാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു റോഡ് ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ തൊട്ടടുത്ത് റോഡ് ഉണ്ട്. നിങ്ങൾ നോക്കാൻ കാരണം എന്താണോ? നിങ്ങൾക്ക് ഒരു സ്മെല്ല് വരുന്നു. നോക്കിക്കേ, ഒരു സ്മെല്ല് വരുന്നുണ്ടേ, ഒരു സ്മെല്ല്. ആ സ്മെല്ല് എന്താണ്? നല്ല ചെമ്മീനിന്റെ മണമാണ്. അപ്പൊ നിങ്ങൾ ഇതാ നോക്കുന്ന സമയത്ത് ഒരു ചെമ്മീൻ വണ്ടി ഇതങ്ങനെ വരികയാണ്. അത് KSRTC വണ്ടിയാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള റോഡ് ഒരു പോക്കറ്റ് റോഡാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അതിലൂടെ ഒരു KSRTC വണ്ടി വരുന്നുണ്ട്. ആ ബസ്സിനകത്ത് എന്താണ്? ഒരുപാട് ചെമ്മീൻ ഉണ്ട് കൊട്ടയിൽ. അപ്പൊ അത് നിങ്ങൾ സ്മെല്ല് ചെയ്യാണ്. നോക്കൂ, ആ വണ്ടിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ BSFന്റെ ജവാന്മാരുണ്ട്. അപ്പൊ BSFന്റെ ജവാന്മാരെ നിങ്ങൾ കാണുകയാണ്. ചെമ്മീനിന്റെ ഒരു മണം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഒരു KSRTC ബസ് വരികയാണ്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് മിലിറ്ററിക്കാരെന്ത് ചെയ്യുന്നു? ഓടക്കുഴൽ വിളിക്കുന്നുണ്ട് അല്ലെ? ഓടക്കുഴൽ വിളിക്കുന്നുണ്ട്. മറ്റു ചില മിലിറ്ററിക്കാർ എന്ത് ചെയ്യുന്നു? വളരെ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്ക് പോലെയുള്ള ചോക്ലേറ്റ് അല്ലെ, ഡയറി മിൽക്ക്, ഒരു ചോക്ലേറ്റ് ആണ്, ഡയറി മിൽക്ക് കഴിക്കുകയാണ്. അപ്പൊ ഓടക്കുഴൽ വിളിക്കുന്നുണ്ട്, ഡയറി മിൽക്ക് കഴിക്കുന്നുണ്ട്. ഒരുപാട് ചെമ്മീൻ കൊട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു KSRTC ബസ്സിൽ BSF ജവാന്മാർ നിങ്ങളുടെ തൊട്ടടുത്തൂടെ പോവുകയാണ്. അപ്പൊ നോക്കിക്കേ, അവരെല്ലാം ഹിന്ദിയിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ബസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ, നിങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവർ ഹിന്ദിയിൽ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്. ഈ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്ത രൂപത്തിൽ നിങ്ങളെ മനസ്സിൽ അങ്ങോട്ട് പതിപ്പിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അവരിങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഇങ്ങനെ വളവ് വളഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ബസ്. ആ വളവിലെത്തിയ സമയത്ത് തൊട്ട് അടുത്തുള്ള ഒരു ഏരിയ, അവിടെ എത്തിയ സമയത്ത് കുറച്ച് പട്ടാളക്കാർ, പാകിസ്ഥാൻകാർ ചാടി വീഴുന്നു. അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. 1965 ഒരു യുദ്ധം നടന്നിരുന്നു. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ യുദ്ധം എന്ന് ഞാൻ പറഞ്ഞത്. KSRTC ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹീറോ അല്ലെ? ആ ബസ്സിനകത്താണ് കാര്യങ്ങളൊക്കെ.
KSRTC രൂപീകരിച്ചത് 1965 കൂട്ടുകാരെ. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF രൂപീകരിച്ചത് 1965 കൂട്ടുകാരെ. ഞാൻ ഓടക്കുഴൽ എന്ന് പറഞ്ഞത് കൂട്ടുകാർ ഇനി മറക്കരുത്. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് G ശങ്കരക്കുറുപ്പിനെ നോക്കൂ ജ്ഞാനപീഠം പുരസ്കാരം, നമ്മുടെ ടോപ്പിക് അതല്ലേ, ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത് 1965. ചെമ്മീൻ കൊട്ടകൾ എന്ന് ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ കണക്ട് ചെയ്ത് വെക്കണം. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് സ്വർണ്ണ മെഡൽ ലഭിക്കുകയാണ് 1965 ചെമ്മീൻ സിനിമയ്ക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറി മിൽക്ക് എന്ന് പറയുമ്പോൾ ഡയറി നിങ്ങൾ പിടിക്കണം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാറുണ്ട്, അത് ഹരിയാനയിലെ കർണാലാണ്. എന്നാൽ ഡെവലപ്മെന്റ് ബോർഡ് ആനന്ദാണ് ഗുജറാത്തിൽ. ഏത് വർഷമാണ് സ്ഥാപിക്കുന്നത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കിട്ടണം 1965. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഡയറി മിൽക്ക്. ഹിന്ദി സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ത്യയിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റുന്നത് 1965 ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കുന്നത്. അപ്പൊ 1965 ഹിന്ദി ഭാഷയായിട്ട് മാറുന്നു. അതുപോലെ KSRTC വരുന്നു, BSF വരുന്നു, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു. ചെമ്മീന് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു. ഓടക്കുഴൽ പുരസ്കാരം ആണോ? അല്ല. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നു. അങ്ങനെ തന്നെ പഠിക്കണേ, മാറിപ്പോരുത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേ, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മള് ആ രൂപത്തിൽ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കണം കൂട്ടുകാരെ. അപ്പൊ 1965 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വന്നേ. അതങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് പഠിക്കുക. അവിടെയും ഒരുപാട് ഫാക്ട് ഇനിയുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ റേഡിയോ നിലയം വന്നടക്കം മറ്റൊട്ടനവധി പോയിന്റുകൾ പല അധ്യാപകരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഫാക്ടുകൾ എന്റേതായ രൂപത്തിൽ ഒന്ന് ആലോചിക്കാൻ ഒരു പൊടിക്കായി പറഞ്ഞതാണ്. ഓക്കെ, കോഡ് എല്ലാവർക്കും അറിയുന്ന ഒരു കോഡ് കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മറ്റ് പ്രധാനപ്പെട്ട ചില കൃതികൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതും പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇദ്ദേഹത്തെ നമുക്ക് പൊതുവെ ദാർശനിക കവി എന്നാണ് വിളിക്കുക, അല്ലെ? ദാർശനിക കവി. അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ കവിതയില് അല്ലെങ്കിൽ രചനകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന രീതിയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ദാർശനിക കവി. നോക്കൂ, ദർശനം, വിശ്വദർശനം. നിങ്ങൾക്കൊരു ഇമാജിനേഷൻ ഞാനിപ്പോ നൽകാൻ പോവുകയാണ്. അപ്പൊ വിശ്വദർശനം നോക്കിയേ, നിങ്ങൾ എല്ലാവരും ദർശിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ കൃതികളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കാം, കണക്ട് ചെയ്ത് വെക്കാം. ഞാൻ ആലോചിച്ച് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ആലോചിക്കാം. ആദ്യം ഞാൻ കൃതികളൊന്ന് പറയാം. സൂര്യകാന്തി പൂക്കൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, പഠിക്കാൻ പോവാണേ. G ശങ്കരക്കുറുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് സൂര്യകാന്തി. രണ്ടാമത് നോക്കിയേ, പതികന്റെ പാട്ട്. സൂര്യകാന്തി, പതികന്റെ പാട്ട്. ജീവന സംഗീതം. പതികന്റെ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സംഗീതം, ആ പാട്ട് എന്ന് കേൾക്കുമ്പോൾ സംഗീതം അല്ലേ? ജീവന സംഗീതം. പതികന്റെ പാട്ട്, ജീവന സംഗീതം. 3 അരുവിയും ഒരു പുഴയും. ഓക്കെ, 3 അരുവിയും ഒരു പുഴയും. ക്ലിയർ ആണ്? 3 അരുവി വരുന്നു, ഒരു പുഴ വരുന്നു. യെസ്. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓളമാണ്. നോക്കൂ, പുഴ എന്ന് പറയുന്നു, അവിടെ ഓളമാണ് കേട്ടോ. സംഗീതം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഓളം വരണം. ഓക്കെ, ഓളങ്ങളിൽ. ക്ലിയർ ആണ്? ആത്മകഥയാണ് G ശങ്കരക്കുറുപ്പിന്റെ. അവിടെ വിശ്വദർശനം. ഞാൻ പറഞ്ഞു നിങ്ങൾ ദർശിക്കാൻ പോവുകയാണ്. വിശ്വദർശനം. ഇത്രയും കാര്യങ്ങൾ 1, 2, 3, 4, 5 കൃതികൾ നിങ്ങൾ നോക്കിക്കേ. രസകരമായിട്ട് ഓടക്കുഴൽ അടക്കം 6 കൃതികൾ. അത് നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഈ പറയുന്ന രൂപത്തിൽ 3 അരുവിയും ഒരു പുഴയും. കണ്ടോ നിങ്ങൾ? ഇവിടെ 3 അരുവികൾ ഇങ്ങനെ വന്നിട്ട് ഒരു പുഴയായിട്ട് മാറുന്നു. എന്നിട്ട് ഇവിടുന്ന് വേറെ അങ്ങോട്ടേക്ക് ഒഴുകുന്നു. ചിന്തിക്കാം, 3 അരുവിയും ഒരു പുഴയും. പതികന്റെ പാട്ടാണ്. ഒരു വ്യക്തി ഇങ്ങനെ പാടുകയാണ്, ഒരു പതികന്റെ പാട്ടാണ്. ജീവന സംഗീതം അല്ലെ? മ്യൂസിക് ഈസ് മൈ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നോക്കൂ, ജീവന സംഗീതമാണ്. ആ വ്യക്തി ഈ ഒരു പുഴയോരത്ത് 3 അരുവിയും ഒരു പുഴയും ചേരുന്ന ആ സ്ഥലത്തിരുന്നിട്ട് ഒരു വ്യക്തി ഇങ്ങനെ പാടുകയാണ്. പതികന്റെ പാട്ടാണ്, ജീവന സംഗീതമാണ്. അതിലെ ജീവൻ, നമുക്കിങ്ങനെ ആ ഒരു ജീവൻ ഉന്മേഷം എന്നൊക്കെ പറയല്ലേ, ആ രൂപത്തിൽ ജീവൻ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സംഗീതം. അപ്പൊ ജീവന സംഗീതം. മ്യൂസിക് ഈസ് മൈ ലൈഫ്. ആലോചിച്ച് നോക്കുക, ജീവന സംഗീതം. അവിടെ തൊട്ടടുത്ത് ആ പുഴയെ തീരത്ത് നിന്നിട്ട് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. സൂര്യകാന്തി. അപ്പൊ 3 അരുവിയും ഒരു പുഴയും, സൂര്യകാന്തി, പതികന്റെ പാട്ട്, ജീവന സംഗീതം. ആ പാട്ടിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കുക, ഓടക്കുഴൽ വിളിയാണ് അല്ലെ? മനോഹരമായ ഓടക്കുഴലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഓടക്കുഴലാണെങ്കിലും പതികന്റെ പാട്ടാണെങ്കിലും ജീവന സംഗീതമാണെങ്കിലും സൂര്യകാന്തി ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾ കാണുകയാണ്. വിശ്വദർശനം. അപ്പൊ നിങ്ങൾ ആ രൂപത്തിൽ പഠിച്ചു വെച്ചേ. ഓർമ്മയുടെ ഓളം നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഓടക്കുഴല് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓടക്കുഴലിന്റെ പ്രത്യേകത, വിശ്വദർശനത്തിന്റെ പ്രത്യേകത എന്താണ്? 1961 ഈ കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. കൂട്ടുകാരെ, കേരള സാഹിത്യ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ കിട്ടിയ കൃതികൾ, നമ്മൾ ഈ പറയുന്ന ഓരോ സാഹിത്യകാരന്മാരുടെ കൃതികൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരങ്ങൾ, അത്തരം പുരസ്കാരങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ
വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഓടക്കൽ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? കേരള കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതി ഏതാണ്? അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പൊ വിശ്വദർശനം നിങ്ങൾ പഠിച്ചു വെക്കണം. ദാർശനിക കവിയാണ് വിശ്വദർശനം, ദാർശനിക കവിയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. അതുകൂടി പഠിച്ചു വെക്കുക. അപ്പോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ നമ്മുടെ ഗീതാഞ്ജലി, ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് തന്നിട്ടില്ല, നിങ്ങൾ അതുകൂടി ചേർത്ത് പഠിക്കണം. ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിന് കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണ്? നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കുറച്ച് കാര്യങ്ങൾ, ഓർമ്മയുടെ ഓളം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആത്മകഥകളെല്ലാം നമുക്ക് എല്ലാവർക്കും രസകരമായിട്ട് പഠിക്കാനുള്ള കോഡൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി അധ്യാപകരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാണ്. ഓർമ്മയുടെ ഓളം എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് അറിയാം, ജി ശങ്കരക്കുറുപ്പാണ് ഓളം അല്ലെ. ഈ പറയുന്ന രൂപത്തിൽ ഓടക്കുഴലിനെ ആലോചിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന നാദം അല്ലെ, അങ്ങനെ ആലോചിച്ച് ഒരു ഓളം ഉണ്ടാക്കൂല നമുക്ക്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പുഴയുടെ കാര്യമാണെങ്കിലൊക്കെ നിങ്ങൾ ഓളം ആലോചിക്കുക. അപ്പൊ ഓളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ജി ശങ്കരക്കുറുപ്പിനെ, ഓടക്കുഴൽ മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ആരാലോചിക്കണം? ജി ശങ്കരക്കുറുപ്പിനെ ആലോചിക്കണം. സെറ്റാണേ. ഇനി തീരം ഒരിക്കലും നിങ്ങൾക്ക് തെറ്റില്ല. കാരണം എന്താണ്? തീരം എന്ന് പറയുമ്പോൾ തകഴി. തകഴിയുടെ കൃതികൾ നിങ്ങൾ നോക്കിക്കേ. കയറ് പോലെയുള്ള കൃതികൾ എടുത്താലും അല്ലെ, മറ്റേ ചെമ്മീൻ പോലെയുള്ള കൃതികൾ എടുത്താലും ഒക്കെ നമുക്ക് ഈ കടൽപ്പുറം ആ കടപ്രദേശം, അപ്പൊ തീരവുമായിട്ട് നല്ല ബന്ധമാണ് തകഴിക്ക്. ആലപ്പുഴയിലെ ഈ പറയുന്ന തീരപ്രദേശത്തിന്റെ തീരമേഖലയുമായി ബന്ധപ്പെട്ട ജീവിതങ്ങൾ ഒക്കെ അദ്ദേഹം വരച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പൊ തീരം എന്ന് പറയുമ്പോൾ നിങ്ങൾ തകഴിയെ മറക്കരുത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ, ഓർമ്മയുടെ ഓളങ്ങളിൽ ആത്മകഥയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ. അവിടെ തകഴിയുടെ മറ്റൊരു ആത്മകഥയാണ് എന്റെ വക്കീൽ ജീവിതം. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എന്റെ വക്കീൽ ജീവിതം അദ്ദേഹത്തിന്റെ മറ്റൊരു ആത്മകഥയാണ്. ആത്മകഥാപരമായ ബുക്കാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. 2 ആത്മകഥകൾ അദ്ദേഹത്തിനുണ്ട്, എന്റെ വക്കീൽ ജീവിതവും ഓർമ്മയുടെ തീരങ്ങളിൽ. ബഷീറിന്റെ കൃതികൾ നമുക്ക് പൊതുവെ പാത്തുമ്മയുടെ ആട് അതുപോലുള്ള ഒരുപാട് കൃതികൾ ബഷീറിനെ ഓർമ്മയുണ്ടാവും. ബഷീറിന്റെ ഒരു പിക്ചർ നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഒരു ജനലിലെ ആ ജനലിനുള്ളിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഒരു പ്രത്യേക കസേരയിൽ ഇരിക്കുന്ന ബഷീറിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ പൊതുവെ അറകള്, മുറി അല്ലെ, ഈ പറയുന്ന കഥകളിലൊക്കെ നിങ്ങൾ നോക്കിക്കേ ബഷീറിന്റെ അവിടെ മുറി അറയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ക്യാരക്ടറുകളൊക്കെ വരുന്ന ആ വീടിനുള്ളിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഒക്കെ പറയാറ്. അപ്പൊ അറ എന്ന് പറയുമ്പം മണിയറ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പല കൃതികളിൽ നമുക്ക് വരച്ച് കാട്ടിത്തരാറുണ്ട്. അപ്പൊ അറ നിങ്ങൾ ആലോചിക്കണേ, പാത്തുമ്മയുടെ ആടൊക്കെ നിങ്ങൾ വായിച്ചവരല്ലേ, എല്ലാവരും മിനിമം അത് വായിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും ഈ പറയുന്ന അറ എന്ന് പറയുമ്പോൾ ബഷീർ നമുക്ക് ഓർമ്മ വരണം. ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആത്മകഥയാണ്. ഓളം ജി ശങ്കരക്കുറുപ്പ്, തീരം തകഴി, അറ എന്ന് പറയുമ്പോൾ ബഷീർ. ഇനി ലോകത്ത് നോക്കൂ, ഓർമ്മയുടെ ലോകത്ത് നോക്കൂ, ദേവലോകം എന്ന് ആലോചിച്ചാൽ പോരെ. ദേവ്, പി കേശവദേവ്, പി കേശവദേവിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ലോകം. അപ്പൊ ദേവലോകം എന്ന് ആലോചിക്കുക, കേശവൻ. പി കേശവദേവ്, ദേവലോകം, ലോകത്ത്. സെറ്റാണേ. നോക്കൂ, ആഴങ്ങളിൽ, ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന് പറയുമ്പം ഇവിടെ NV കൃഷ്ണവാര്യർ ഉണ്ട്. കൃഷ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടവർക്കറിയാം, ഹിന്ദി സിനിമയാണ്. അപ്പൊ അത് കാണാത്തവർക്ക് ആലോചിക്കാൻ, നിങ്ങളുടെ നാട്ടിനകത്ത് പുഴത്തീരത്ത് അല്ലെങ്കിൽ പുഴയിലൊക്കെ എന്താ പറയുക, കക്ക, കടുക്ക, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പുഴയ്ക്ക് അടിയിൽ എന്താ പറയുക, വാര അല്ലെ, നമ്മുടെ എരുന്ത് എന്നൊക്കെ പറയും, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് പുഴയിൽ. അപ്പൊ അല്ലെങ്കിൽ പോട്ടെ, മണൽ അറിയാലോ, മണൽ വാരാറുണ്ട്. അപ്പൊ ആഴമുള്ള പുഴയുടെ ഭാഗങ്ങളിൽ പോയിട്ട് മണൽ വാരിയിട്ട് തോണിയിലേക്ക് ഇടാറുണ്ട്. നോക്കൂ, ആഴങ്ങളിൽ പോയിട്ടാണ് മണൽ വാരുക. വാര്യർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാലോ അല്ലെ. NV കൃഷ്ണവാര്യർ. ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ പിള്ളേരൊക്കെ ആലോചിച്ച് വെക്കുന്ന ട്രിക്കുകളാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി സ്ഥിരം ചോദിക്കുന്നതാണ് ഒളിവിലെ ഓർമ്മകൾ അല്ലെ. ഒരു തോപ്പ് ആലോചിക്കുക, തെങ്ങും തോപ്പെന്നോ കവുങ്ങും തോപ്പെന്നോ അത്തരം തോപ്പുകളിലൊക്കെ ആയിരുന്നു മുമ്പ് നമ്മുടെ പഴയകാല സഖാക്കളൊക്കെ അല്ലെ. കേരളത്തിനകത്ത് ഒരുപാട് ആളുകൾ ഒളിവിലൊക്കെ താമസിച്ചിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ തോപ്പിൽ ബാസിയാണ്. നോക്കൂ, ബാസി എവിടെയാണ് ഒളിച്ചിരുന്നത്? തോപ്പിലാണേ. അങ്ങനെ ആലോചിക്കുക, ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ബാസി. ഇതെല്ലാവർക്കും അറിയുന്ന കൃതികളാണ്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം ഞാൻ ഇവിടെ നേടിയത് ജി ശങ്കരക്കുറുപ്പ്. കൃതി ഏതായിരുന്നു? ഓടക്കുഴൽ. സെറ്റാണേ. അതുമായി ബന്ധപ്പെട്ട് ഓർമ്മയുടെ ഓളങ്ങൾ വെച്ചപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു. 65 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുത്തു. ക്ലിയർ ആണ്. ഇനി SK പൊറ്റക്കാടാണ് രണ്ടാമത്തെ വ്യക്തി. ഓരോ ആളുകളും പഠിച്ചിരിക്കണം. 6 വ്യക്തികള് 6 വർഷം കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ 2 പേർക്ക് മാത്രമേ നിങ്ങൾ കൃതി പഠിക്കേണ്ടതുള്ളൂ. SK പൊറ്റക്കാടിന് ശേഷം തകഴിയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പൊ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും കൃതി വെച്ചിട്ടല്ല കിട്ടുന്നത്. അപ്പൊ 2 പേരുടെ കൃതി പഠിച്ചാൽ മതി. ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴലിന് വേണ്ടിയിട്ടാണ്, ആ കൃതിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജ്ഞാനപീഠം കിട്ടിയത്. എന്നാൽ നോക്കൂ, SK പൊറ്റക്കാടിലേക്ക് വരുമ്പോൾ നോക്കൂ, 1980 കൂട്ടുകാരെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം. SKക്ക് ലഭിക്കുന്നത് 80-ലാണ് കൃതി
ഒരു ദേശത്തിന്റെ കഥയാണ്. നമ്മൾ എത്രയൊക്കെ ഇത് പഠിച്ചു എന്ന് പറഞ്ഞാലും അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിലും പരീക്ഷ എത്തുന്ന സമയത്ത് ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും വരുമ്പോൾ തെറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പുരസ്കാരമാണ്, നോക്കൂ, ഇന്ത്യ മഹാരാജ്യം. ആ ദേശം ഒരു തെരുവിന്റെ കഥയല്ല. അപ്പൊ വലിയൊരു ഏരിയയിലേക്ക് നിങ്ങൾ ആലോചിക്കുക. ദേശത്തിന്റെ കഥ പറഞ്ഞതിനാണ് ഏറ്റവും വലിയ പുരസ്കാരം കിട്ടിയത്. അപ്പൊ ദേശത്തിന്റെ കഥയ്ക്കാണ് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠം. അങ്ങനെ തന്നെ മനസ്സിൽ കയറ്റി വെച്ചാൽ പിന്നെ മറക്കില്ല. നോക്കൂ, ഒരു ദേശത്തിന്റെ കഥയാണ്. ഇനി അദ്ദേഹത്തിന്റെ ചില കൃതികൾ ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ചിത്രങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു കഥ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ആ കൃതികളൊന്ന് വായിക്കാം. യാത്രാസ്മരണകൾ, യാത്രാസ്മരണകൾ. നൈൽ ഡയറി. പാതിരാ സൂര്യന്റെ നാട്ടിൽ. നോക്കൂ, സിംഹഭൂമി. കാപ്പിരികളുടെ നാട്ടിൽ. പാതിരാ സൂര്യന്റെ നാട്ടിൽ, സിംഹഭൂമി, കാപ്പിരികളുടെ നാട്ടിൽ. ഒരു തെരുവിന്റെ കഥ. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഒരു തെരുവിന്റെ കഥ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചെറിയ ഒരു കൃതിയൊന്നുമല്ല, അതിനും വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ ഒരു ദേശത്തിന്റെ കഥ നിങ്ങൾ മാറരുത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ. നമ്മുടെ ഓർമ്മയുടെ വെച്ചിട്ട് ആത്മകഥകൾ പഠിച്ചു. SKയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ വഴിയമ്പലങ്ങൾ. ഇന്ന് പഠിക്കാം കോടാക്കിയിട്ട്. മൂടുപടം. നോക്കൂ, മൂടുപടം. വിഷകന്യക. കുരുമുളക് ഒരു വെറൈറ്റിയാണ്. നാടൻ പ്രേമം മറ്റൊരു കൃതിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് ആലോചിക്കാൻ ഒരു പൊടിക്കൈയാണ്. ഒരു പക്ഷേ ക്ലിക്കാവും. ആലോചിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആലോചിക്കാം. വർക്കൗട്ട് ആയില്ലെങ്കിൽ വിട്ടേക്കുക. നോക്കൂ, യാത്രാസ്മരണകളാണ്. അപ്പൊ യാത്രയെ കുറിച്ചാണ്. SK എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം സഞ്ചാരിയാണ് അല്ലെ? സഞ്ചാരികളുടെ പ്രിയപ്പെട്ട, നമ്മൾ പൊതുവെ SK പച്ചക്കാടിലൂടെയൊക്കെ അറിഞ്ഞ ലോകത്തെ പിന്നീട് സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് നമുക്ക് ആ ഒരു അനുഭവങ്ങളൊക്കെ തരുന്നത്. ഇപ്പോഴാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരുപാട് വ്ലോഗർമാരും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ യാത്രകളെ കുറിച്ച് ആലോചിക്കുക. കൃതി, മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട SKയുടെ കൃതികൾ വരികയാണ്. 1980 ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠം. പഠിച്ചേ. ഇനി നോക്കൂ, യാത്രാസ്മരണകൾ. യാത്രയെ കുറിച്ച് ആലോചിക്കുക. നൈൽ ഡയറി എന്ന് പറയുമ്പോൾ ഒരു നൈൽ നദി നിങ്ങൾ ആലോചിക്കുക. ആ നൈലിന്റെ തീരത്തിലൂടെ ഒരു വ്യക്തി യാത്ര ചെയ്യണം. അല്ലെങ്കിൽ SK പൊറ്റക്കാട് യാത്ര ചെയ്യാണ്. യാത്രാസ്മരണകൾ, നൈൽ ഡയറി. നൈലിന്റെ തീരത്തുകൂടി അദ്ദേഹം നൈലിന്റെ ആ ഒരു തീരം ചേർന്ന് നടക്കുകയാണ്. അപ്പോഴാണ് പാതിരാത്രി സമയം, രാത്രിയാവുകയാണ്. അപ്പൊ പാതിരാത്രി ഇങ്ങനെ സൂര്യനുണ്ട്. അപ്പൊ പാതിരാ സൂര്യൻ ഇങ്ങനെ കാണുന്നു. അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാടാണല്ലോ, നൈലിന്റെ ചുറ്റുപാട് പറഞ്ഞാൽ കാടായിരിക്കും. ആമസോണിന്റെ നൈലിലൊക്കെ നല്ലൊരു ഭാഗം എന്താ പറയാ, അതിന്റെ തീരപ്രദേശങ്ങളും കാടാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന പാതിരാത്രി സൂര്യനൊക്കെ കണ്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം എത്തിപ്പെട്ട കാട് ഒരു സിംഹത്തിന്റെ ഭൂമിയായിരുന്നു. ഫുള്ള് സിംഹങ്ങളുടെ ഒരു കാട്. അവിടെ എന്തോ ഭാഗ്യത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വെളിച്ചൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആലോചിക്കുക, സിംഹഭൂമിയിൽ അദ്ദേഹം എത്തിപ്പെടുന്നു. നൈലിന്റെ തീരത്തിലൂടെ പാതിരാത്രിക്ക് സൂര്യനെ കണ്ടുകൊണ്ട് SK നടക്കുകയാണ്. അപ്പൊ സിംഹത്തെ കാണുന്നു, സിംഹഭൂമിയിൽ എത്തുന്നു. അദ്ദേഹം പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തൊരു എസ്റ്റേറ്റ് കാണുന്നു. അപ്പൊ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവല്ലോ. അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് കയറുകയാണ്. ആ എസ്റ്റേറ്റ് ഒരു കാപ്പിച്ചെടി ഒരുപാടുള്ള എസ്റ്റേറ്റ് ആണ്. ഇവിടെയുള്ള പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കണം, നിങ്ങളെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാപ്പി എസ്റ്റേറ്റ് എന്ന് ആലോചിക്കുക. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കാപ്പികളുടെ ഒരു എസ്റ്റേറ്റിലേക്ക് കടക്കുന്നു. ആ എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ നടന്ന് എത്തിയപ്പോൾ ഒരു ജംഗ്ഷൻ പോലെ, നോക്കൂ, അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ച് ആളുകളുള്ള ഒരു കവല, ഒരു തെരുവ്, ഒരു ചെറിയൊരു തെരുവ് പോലെ ഒരു സെറ്റപ്പിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അപ്പൊ അദ്ദേഹം ഈ കാപ്പിത്തോട്ടത്തിലൂടെ നടന്നിട്ട് ഒരു തെരുവിലെത്തുകയാണ്. തെരുവിലെത്തുന്ന സമയത്ത് അവിടെ ഒരു വഴിയമ്പലം എന്ന് വെച്ചാൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ കാട്ടിനകത്ത് ആ കാപ്പിത്തോട്ടത്തിലൂടെ നടന്നു വരുന്നു. ഒരു തെരുവിലെത്തുന്നു അദ്ദേഹം. ആ തെരുവിൽ എന്തുണ്ട്? അവിടെ ഒരു വഴിയമ്പലം കാണുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ആ വഴിയമ്പലത്തിൽ എത്തുന്ന സമയത്ത് അവിടെ മൂടുപടം എന്ന് വെച്ചാൽ മുഖമൊക്കെ മറച്ച ഒരു പെൺകുട്ടി ആലോചിക്കുക. മൂടുപടം ഞാൻ അങ്ങനെ ആക്കിയതാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മൂടുപടം അണിഞ്ഞ ഒരു പെൺകുട്ടി അവിടെയുണ്ട്. ഈ പെൺകുട്ടി രാത്രി കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് ആ ഒരു പാമ്പ് അവളെ കൊത്തുകയാണ്. അങ്ങനെ അവൾക്ക് വിഷമേൽക്കുന്നു. അപ്പൊ വിഷം ഏറ്റ് കിടക്കുന്ന കന്യകയാണ്. അപ്പം വിഷം ഏറ്റ് കിടക്കുന്ന കന്യക, അവള് മൂടുപടം അണിഞ്ഞിട്ടുണ്ട്. നോക്കൂ, അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിൽ വിഷം നിങ്ങൾക്ക് അറിയോ എന്ന് അറിയത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യണം. അപ്പൊ പൊതുവെ കുട്ടിക്കാലത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ വിഷം കയറിയിട്ടുണ്ടോ അറിയാൻ വേണ്ടി കുരുമുളക് ഒക്കെ വായിലിട്ട് ചവയ്ക്കാൻ പറയും. അപ്പൊ എരിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷം അറിയില്ല, വിഷം കയറിയില്ല എന്നൊക്കെ ഒരു മിഥ്യാധാരണയാണോ എന്ന് അറിയത്തില്ല. അതിന് ഫാക്ട് അറിയുന്നവർ കമന്റ് ചെയ്യണം. ഞാൻ കേട്ട അനുഭവം വെച്ച് പറയാണ്. അപ്പൊ കുരുമുളക് നമ്മളിങ്ങനെ കടിച്ചു നോക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? SK പൊറ്റക്കാട് അവിടെയുള്ള കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഈ പെൺകുട്ടിയോട് കടിക്കാൻ പറയുന്നു. അവൾ കടിക്കുന്നു, അവൾക്ക് എരിവ് അനുഭവപ്പെടുന്നു. അപ്പം പറയുന്നു, വിഷം കയറിയിട്ടില്ല കുട്ടി, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്നു. അതോടുകൂടി ഇവളുടെ ജീവൻ രക്ഷിച്ച ഒരാളായിട്ട് SK കാണുന്നു. SKയോട് ഇവൾക്കൊരു ഒരു നല്ലൊരു പ്രേമം, അല്ലെ, ഒരു നാടൻ പ്രേമം മനസ്സിൽ നിന്ന് അവർക്ക് വരികയാണ്.
അപ്പൊ ഇത് വല്ലാത്തൊരു കഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കും കൂട്ടുകാരെ. വല്ലാത്തൊരു കഥ തന്നെയാണ്. ഞാൻ ആലോചിച്ച് വെക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് ചിത്രമായിട്ട് ഉൾപ്പെടുത്തി ചിലപ്പം ഇത് പഠിക്കാൻ പറ്റിയാൽ, ഇത് പ്രയാസമായിട്ട് തോന്നുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ്. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര നല്ല ക്ലാസ് ഇവിടെ നമുക്ക് യൂട്യൂബിനകത്ത്, ഞാനല്ല മറ്റ് അധ്യാപകർ നൽകിയാലും നിങ്ങൾ അവരൊന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവരൊക്കെ ക്ലാസ്സുകൾ നൽകുന്നതിന് പിറകോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്താൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. യാത്ര. അപ്പൊ യാത്രാ സ്മരണകൾ, നൈലിന്റെ തീരത്തൂടെ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ. നോക്കൂ, പാതിരാത്രിക്ക് സൂര്യൻ കാണുന്നു. അപ്പൊ എന്തായിരുന്നു? സിംഹങ്ങളുള്ള ഒരു ഭൂമിയിൽ എത്തുന്നു. സിംഹഭൂമി എന്നാലോചിക്കുക. അവിടേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പേടിച്ചിട്ട് അദ്ദേഹം കാപ്പിത്തോട്ടത്തിലേക്ക് ഇരുന്നു. കാപ്പിരികളുടെ നാട്ടിൽ. അത് ഞാൻ കാപ്പിത്തോടാക്കിയതാണ്, സോറി കാപ്പിത്തോട്ടമാക്കിയതാണ്. അപ്പൊ കാപ്പിരികളുടെ നാട്ടിൽ അങ്ങനെ അദ്ദേഹം ഒരു തെരുവ് അന്വേഷിച്ച് നടക്കുന്ന ഒരു തെരുവ് കാണുന്നു അല്ലെ. ഇതാണ് ആ തെരുവ്. തെരുവിലെത്തുമ്പോൾ അവിടെ എന്താണത്? ഒരു വഴിയമ്പലം. എന്റെ വഴിയമ്പലങ്ങൾ. അങ്ങനെ അദ്ദേഹം അവിടെ നോക്കുമ്പോൾ മൂടുപടം അണിഞ്ഞൊരു പെൺകുട്ടി. മൂടുപടം. പിന്നീട് അവിടെ കാണുന്നത് വിഷകന്യകയാണ്. ഒരു കന്യകയായ പെൺകുട്ടി വിഷമേറ്റ് നിൽക്കുന്നു. വിഷകന്യക. നോക്കൂ, അവളെ എന്ത് ചെയ്യുന്നു? കുരുമുളക് കൊടുക്കുന്നു അല്ലെ. കുരുമുളക് കൊടുക്കുന്നു. പിന്നീട് നാടൻ പ്രേമമാണ്. അപ്പൊ ഒരുപാട് കൃതികൾ ഇനിയുമുണ്ട്. അപ്പൊ എടുത്ത കൃതികൾ വെച്ചിട്ട് ഞാനൊരു കഥ പോലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കഥകൾ സൃഷ്ടിക്കുക. 1984 കൂട്ടുകാരെ, 84 നോക്കൂ, മൂന്നാമത് ഒരു ആളിത നമ്മുടെ മലയാളി ജ്ഞാനപീഠം പുരസ്കാരം സ്വീകരിക്കുകയാണ്. തകഴി ശിവശങ്കരപിള്ള, കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന, കേരള മോപ്സാങ് എന്നറിയപ്പെടുന്ന തകഴിക്ക് 1984 കൃത്യമായിട്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? ആ വർഷം പഠിച്ചു വെക്കണം. 65, 80, 84, 84 തകഴി തകഴി തകഴി. നോക്കൂ, അപ്പൊ വേണമെങ്കിൽ GST എന്നൊക്കെ കോഡൊക്കെ ആക്കി പഠിക്കാറുണ്ട്. ജി എന്ന് പറഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പ് അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ SK പൊറ്റക്കാട്. ടി എന്ന് പറഞ്ഞാൽ തകഴി. അപ്പൊ GSTക്കാണ്. GST എങ്ങനെയാണ്? 65, 80, 84. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. കോഡിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇദ്ദേഹത്തിന് ഒരു കൃതിക്ക് അല്ല ലഭിച്ചത്. ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 പേർക്കാണ് കൃതിക്ക് ലഭിച്ചത്. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് കൃതി എന്ന് ചോദിക്കില്ല. അപ്പൊ ഇദ്ദേഹത്തിന് സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പൊ രണ്ടിടങ്ങഴി, അനുഭവങ്ങൾ പാളിച്ചകൾ, ചെമ്മീൻ, കയർ, 5 പെണ്ണുങ്ങൾ, തോട്ടിയുടെ മകൻ, നോക്കൂ, ഘോഷയാത്ര, ഏണിപ്പടികൾ. അപ്പൊ ഏണിപ്പടികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ്. രണ്ടിടങ്ങഴി ഇമ്പോർട്ടന്റ് ആണ്. ചെമ്മീൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ തോട്ടിയുടെ മകൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പറഞ്ഞു വന്നത് കൂട്ടുകാർ എന്ത് ചെയ്യുക? കൃതികൾ. ഇതും ഈ പറഞ്ഞ പോലെ തോട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഭവം ഉണ്ടായി. 5 പെണ്ണുങ്ങളുള്ള കഥയും അവർ കയറിട്ട് ഇറങ്ങി. അപ്പൊ അവിടുന്ന് ചെമ്മീൻ കിട്ടി. നമ്മുടെ കുളത്തിൽ നല്ല കിണറിന്ന് ചെമ്മീൻ കിട്ടിയെന്നോ, അങ്ങനെ അത് വെച്ചിട്ട് 2 ഇടങ്ങയുടെ ചോറുണ്ടെന്നോ, ഏണിപ്പടി വെച്ചിട്ട് കിണറിൽ ഇറങ്ങി, അങ്ങനെയൊക്കെ ഒരു കഥ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കഥകളൊക്കെ പല രൂപത്തിൽ എന്റെ മനസ്സിലുണ്ട്. ഞാൻ എല്ലാ കഥകളും പറയാൻ നിന്നാൽ സമയം പോകും, നിങ്ങൾ കാണത്തില്ല. അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കോഡിലേക്ക് കടക്കുന്നില്ല. ഇനിയുള്ള ബാക്കി 3 പേര് നമുക്ക് കോഡാക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയ ഞാനിപ്പം പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ 6, 7, ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ലടാ പരീക്ഷ കഴിയുന്നവരെ. ഇപ്പൊ രണ്ടിടങ്ങഴി, അനുഭവങ്ങൾ പാളിച്ചകൾ, ചെമ്മീൻ, കയർ, 5 പെണ്ണുങ്ങൾ, തൊട്ടിയുടെ മകൻ, ഘോഷയാത്ര, അതുപോലെ ഏണിപ്പടികൾ. ആലോചിച്ച് വെക്കണേ. കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നു. കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ നമ്മൾ പഠിച്ചു. ഓർമ്മയുടെ തീരങ്ങളിൽ എന്റെ വക്കീൽ ജീവിതം. ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ? സെറ്റ് ആണല്ലോ? ഓർമ്മയൊക്കെ വരുന്നുണ്ടല്ലേ? ഓർമ്മ വരണേ. നോക്കൂ, 1995 MT വാസുദേവൻ നായർക്ക് ലഭിക്കുന്നു. 4ാമതായി ലഭിക്കുന്നു 84 ശേഷം. 1995 വർഷം പഠിക്കണം. 1995 MTക്കാണ്. 6 പേർക്കാണ് ഇതുവരെ ലഭിച്ചത് മലയാളത്തിൽ എന്ന് പറഞ്ഞു. 1995 ജ്ഞാനപീഠത്തിൽ മുത്തമിട്ട MT വാസുദേവൻ നായർ, അദ്ദേഹം മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി 5 പേരും മരണപ്പെട്ടു കേട്ടോ. അപ്പൊ നോക്കൂ, MT വാസുദേവൻ നായർ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കഥാകാരൻ. അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ ഫേമസ് ആണ്. ഒരു പ്രത്യേക കൃതിക്കല്ല ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു തകഴിക്കും അങ്ങനെയല്ല ലഭിച്ചത്. അപ്പൊ 4 കെട്ട് അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ കൃതിയാണ്. അസുരവിത്ത്. നോക്കൂ, അസുരവിത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ്. 4 കെട്ട് ഇമ്പോർട്ടന്റ് ആണ്. മഞ്ഞൊക്കെ ഇടക്കിടക്ക് PSC ചോദിക്കാറുണ്ട്. അതുപോലെ കാലം, 2ാം ഊഴം, മഞ്ഞ്, കാലം. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കൊടുത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഒരു എന്താ പറയാ, അറബിപ്പൊന്നിന്റെ കഥയും ഒരു കളി വീട്ടില് ഈ പറയുന്ന ഓപ്പോൾ ഉണ്ടായിരുന്നു എന്നും അവിടെ ഒരു അസുരവിത്ത് ജനിക്കുന്നു. അങ്ങനെ ഈ പകൽ വെളിച്ചത്തില്, അങ്ങനെ പകൽ വെളിച്ചം പാതിരാത്രിയായ സമയത്ത് ഇങ്ങനെ നടക്കുന്ന, ഇരുട്ടിന് നടക്കുന്ന സമയത്ത് ഒരു വാരിക്കുയിൽ വീണു. അങ്ങനെയൊക്കെ ഒരു കഥ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പൊ നോക്കൂ, 4 കെട്ട്, അറബിപ്പൊന്ന്, പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്, ഇരുട്ടിന്റെ ആത്മാവ്, കളിവീട്, വാരിക്കുഴി, ഓപ്പോൾ. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, മലയാള സിനിമയിൽ ഒരുപാട് തിരക്കഥകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.
അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. MT വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. നോക്കൂ, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1986 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി കിട്ടിയത് 4 കെട്ടാണ്. അസുരവിത്ത്, മഞ്ഞ്, കാലം, രണ്ടാം മൂഴം, അറബിപ്പൊന്ന്, പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്. അറബിപ്പൊന്ന് പഠിച്ചു വെക്കണം, PSC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അറബിപ്പൊന്ന്, ഇരുട്ടിന്റെ ആത്മാവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇരുട്ടിന്റെ ആത്മാവിൽ ഒരു ക്യാരക്ടറിനെ കുറിച്ച് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്ത്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് കമന്റ് ചെയ്തോളൂ കൂട്ടുകാരെ. ഇനി അടുത്തത് 2007 1995 ശേഷം 2007 നമ്മുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പിനായിരുന്നു ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ONVക്ക് ലഭിച്ച വർഷം ഒന്ന് പറഞ്ഞേ. 2007 ONV കുറുപ്പിന് 2007 അദ്ദേഹത്തിന്റെ കൃതികളും നിങ്ങൾക്ക് ഒരുപക്ഷെ നന്നായിട്ട് സുപരിചിതമായ ഒരുപാട് കൃതികൾ ഉണ്ടാവും. അപ്പൊ അതൊന്നുകൂടി ഞാൻ എഴുതി വെക്കുന്നു. ഇതും ഇതുപോലെ കഥയാക്കാം. നിങ്ങൾ കഥയാക്കിയിട്ട് ആ കഥയൊക്കെ കമന്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട കോഡുകൾ. അക്ഷരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ്. അഗ്നിശലഭങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ്. നോക്കൂ, ഉജ്ജയിനി, ഈ കളർ മാറ്റി ഞാൻ കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട കൃതികളായതുകൊണ്ടാണ്. പൊരുതുന്ന സൗന്ദര്യം, കറുത്ത പക്ഷിയുടെ പാട്ട്, പൊരുതുന്ന സൗന്ദര്യം, കറുത്ത പക്ഷിയുടെ പാട്ട്, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, ഉപ്പ് 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 വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ കൃതിയാണ് ഉപ്പ്. അതുപോലെ ദാഹിക്കുന്ന പാനപാത്രം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അത് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ശാർഗക പക്ഷികൾ, നോക്കൂ, ശാർഗക പക്ഷികൾ, സ്വയംവരം, പോക്കുവെയിൽ മണ്ണിലെഴുത്ത്. PSC ചോദിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം PSC ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു പോക്കുവെയിൽ മണ്ണിലെഴുത്ത്. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതിയാണ് പോക്കുവെയിൽ മണ്ണിലെഴുത്ത്. സ്വയംവരം, നോക്കൂ, ഉജ്ജയിനി, പൊരുതുന്ന സൗന്ദര്യം, മയിലിനെ വെച്ചിട്ട് ആ ഒരു തുള്ളി വെളിച്ചത്തിന് വേണ്ടിയിട്ട് കറുത്ത പക്ഷിയും മയിലും തമ്മിൽ വരുന്ന കഥയും, അങ്ങനെ ദാഹിച്ചിട്ട് പാത്രത്തിൽ വരുന്നു, അങ്ങനെ അവസാനം എന്താ പറയുക, ഭൂമിയിലേക്ക് ചരമം എന്ന് പറയുന്നത് മരണപ്പെടുന്ന കഥയും ഒക്കെ. ഈ പറയുന്ന ശാർഗക പക്ഷികളാ, മയിൽപ്പീലുണ്ട്, അതുപോലെ കറുത്ത പക്ഷിയുണ്ട് അല്ലെ, ശാർഗക പക്ഷികളുണ്ട്, അതുപോലെ ശലഭങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങളൊരു 5 മിനിറ്റ് എടുത്താൽ മതി. ക്ലിയർ ആണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2019 55ാമത്, അങ്ങനെ ചോദിക്കുക കൂട്ടുകാരെ. 55ാമത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. 55ാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ അടുത്താണ് നമ്മെ വിട്ടു പിരിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തത്തിന് 2019 എന്ത് ലഭിക്കുന്നു? ജ്ഞാനപീഠം കിട്ടുന്നു. അക്കിത്തത്തിന് 6ാമത്തെ മലയാളി അക്കിത്തമാണ്. 2019 55ാമതാണ്. പഠിച്ചല്ലോ. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കഥയാണ് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഇദ്ദേഹത്തെ കുറിച്ചും ഈ പറയുന്ന പോലെ ഒരു ക്ഷേത്രത്തിനകത്ത് എന്താ പറയാ, അവിടെ ഒരു പൂജയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വെണ്ണക്കല്ലൊക്കെ കുത്തിവെച്ചൊരു ക്ഷേത്രം, അവിടെ എന്താണ് ഒരു അരങ്ങേറ്റം നടക്കുകയാണ്. അപ്പൊ വെണ്ണക്കല്ലിൽ എന്ന് വെച്ചാൽ മാർബിൾ നമുക്കറിയാലോ, അതിനകത്ത് കുത്തിവെച്ച പൂജ ചെയ്യുന്ന സമയത്ത് അവിടെ മണികളൊക്കെ തൂക്കിയിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അരങ്ങേറ്റം നടക്കുകയാണ്. പഞ്ചവർണ്ണ കിളിയേ എന്നൊരു പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് അവിടെ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നു എന്നോ അങ്ങനെയൊക്കെ ആലോചിക്കുക. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വെക്കുന്നു എന്നൊക്കെ ആലോചിക്കണേ. ഇത് ഞാൻ പറഞ്ഞത് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, പഞ്ചവർണ്ണക്കിളി, മധുവിധു, വെണ്ണക്കല്ലിന്റെ കഥ, നിമിഷക്ഷേത്രം, സ്പർശമണികൾ, മാനസപൂജ, പൂജ എന്നും മണികളെന്നും ക്ഷേത്രമെന്നും വെണ്ണക്കല്ലെന്നും പഞ്ചവർണ്ണക്കിളി എന്ന പാട്ടും അരങ്ങേറ്റവും ഇതൊക്കെ നമുക്ക് കിട്ടുന്നില്ലേ, ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ആലോചിച്ച് നോക്കിയേ. അപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, മധുവിധു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മനോരഥം, മനോരഥം എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ, കാവ്യോപാസന, ബലിദർശനം, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട. ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിറം മാറ്റി കൊടുത്തത്? രണ്ടും പ്രധാനപ്പെട്ടതാണ്. നിമിഷ ക്ഷേത്രത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ കൃതിയാണ്. ബലിദർശനം അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി കിട്ടിയ കൃതിയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കൃതികൾ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടതും പുരസ്കാരങ്ങൾ ലഭിച്ചതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകിയത്. അപ്പം കൂട്ടുകാരത് മിനിമം പഠിച്ചു വെക്കണം. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളുടേതായ രൂപത്തിൽ കഥ ഉണ്ടാക്കുക, കോഡ് ഉണ്ടാക്കുക. മടിയാണ്, അറിയാം, എനിക്ക് മടിയാണ്. നിങ്ങൾ റെഡിമെയ്ഡ് കോഡ് കിട്ടുന്നവരുടെ അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരാൾ പഠിപ്പിച്ചാലേ തൃപ്തിയാവും എന്നൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പറയുന്നത് കൂട്ടുകാരെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്.
PSC ഓഫ്ലൈൻ സെന്ററുകളിൽ പോയിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കൾ അത്തരത്തിൽ അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ട് ഇതെല്ലാം കോഡാക്കി വെക്കുന്നത് പലപ്പോഴായിട്ട് വർഷങ്ങളായിട്ട് ഞാനൊക്കെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കോഡുകൾ ഇപ്പോഴും ചില കുട്ടികളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കോഡൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല നല്ല കോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മൾ മലയാളികളെ കുറിച്ച് പഠിച്ചു. മലയാള സാഹിത്യകാരന്മാർ 6 പേര് ജ്ഞാനപീഠം പഠിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത് 2020-ലെയും 2021-ലെയുമാണ്. അതൊരു പക്ഷേ കറണ്ട് അഫേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ ഏത് പരീക്ഷയാണെങ്കിലും 10th ലെവൽ മെയിൻസിനും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. നീൽമണി ഫുക്കൻ എന്ന് പറയുന്ന അസാമീസ് സാഹിത്യകാരനാണ് 56ാമത് എന്ന് വെച്ചാൽ 2021 ഒരുമിച്ചാണ് കോവിഡ് കാരണം പ്രഖ്യാപിച്ചത്. നീൽമണി ഫൂക്കൻ, നീൽമണി നെൽമണിയല്ലേ, ഫൂക്കൻ ചേട്ടൻ നോക്കിയേ, അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. അദ്ദേഹം ഒരു ആസാമീസ് സിംബോളിക് കവിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസാം സാഹിത്യത്തിലെ സിംബോളിക് കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്, അങ്ങനെ ചോദിക്കാം. ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ആസാം സാഹിത്യത്തിലെ സിംബോളിക് കവിയാണ് നീൽമണി ഫൂക്കൻ. ക്ലിയർ ആണോ? അദ്ദേഹത്തിന്റെ കൃതികൾ ചോദിച്ചാൽ ഒരു വെറൈറ്റി ആണ്. കവിത എന്നാണ്, KO കവിത, അല്ലെങ്കിൽ കവിത എന്നൊക്കെ കാണാം ബുക്കിനകത്ത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കൊബിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ്. കൊബിത വളരെ ഇമ്പോർട്ടന്റ് കൃതിയാണ്. സൂര്യ ഹെനോ നമി അഹേ ഈ നദിയേതി. എന്നോട് വേറെ പ്രയാസമൊന്നും വിചാരിക്കേണ്ട. ഇത് ഒരുപാട് ഞാൻ നമ്മുടെ നെറ്റിനകത്ത് തെരഞ്ഞു പല മലയാള മനോരമയും മാതൃഭൂമിയും പത്രങ്ങളൊക്കെ എഴുതിയതൊക്കെ വെച്ചിട്ട് അതിങ്ങോട്ട് പകർത്തിയതാണ് ഇംഗ്ലീഷ്. ഈ പറയുന്ന നമ്മുടേതായ മലയാളത്തിലേക്ക് മാറ്റി വെച്ചൊരു പാടാണ്. സൂര്യ ഹെനോ നമി അഹേ ഈ നദിയേതി. കേട്ടോ, ഒരു വെറൈറ്റി അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ നീൽമണി ഫൂക്കന്റെ ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയ 2020 ആസാമീസ് സാഹിത്യകാരനാണ് നീൽമണി ഫൂക്കൻ. ഈ സിംബോളിക് എന്നൊക്കെ പറയുമ്പോൾ സൂര്യയും നമിതയും നദിയ മൊയ്തും കൂടിയും ഒരു സിനിമയിൽ അഭിനയിച്ചെന്നൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചതാ. സൂര്യ ഹെനോ നമി അഹേ ഈ നദിയേതി. ഓക്കെ, കിട്ടിയോ? രസമായിട്ട് ആലോചിച്ചേ. അതാണ് നീൽമണി ഫൂക്കൻ. ഇനി ഫുലി തക സൂര്യമുഖി ഫുൽത്തോർ ഫാലെ, വീണ്ടും സൂര്യനാ. അപ്പൊ സൂര്യമുഖിയാണ്. അപ്പൊ സൂര്യനെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണല്ലേ കേട്ടോ. അപ്പോ ഇവിടെ ഫുലിയാണ്, ഫുലി. നോക്കൂ, അപ്പൊ ഒന്ന് പഠിച്ചേ. ഫുലി തക്ക സൂര്യമുഖി ഫുൽത്തോർ ഫാലെ. ഇത് ആരുടെ കൃതിയാണ്? ഇത് നീൽമണി ഫൂക്കന്റെ കൃതിയാണ്. കണ്ടോ, ഫൂക്കന്റെ കൃതിയാണ് ഫുലി, ഫൂക്കന്റെ കൃതിയാണ് ഫുൽ. ഒക്കെ ഫുലി ഫാലെ ഒക്കെ ഫായ. അപ്പൊ കിട്ടും. അപ്പൊ നീൽമണി ഫൂക്കൻ, ഫുലി തക്ക സൂര്യമുഖി ഫുൽത്തോർ ഫാലെ. കിട്ടിയോ? ഇത് രണ്ടെല്ലാം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. പഠിച്ചു വെക്കണം. 3 എണ്ണം ഞാൻ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയത് പഠിച്ചു വെക്കുക. ഇനി 2021 57ാമത് കൂട്ടുകാരെ, 21 57ാമത് ജ്ഞാനപീഠം കിട്ടിയത് ദാമോദർ മോസോക്കാണ്. ദാമോദർ മോസോ. ഇവിടെ ദാമോദർ മോസോ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കൊങ്കിണി എഴുത്തുകാരനാണ്. ഗോവ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കൊങ്കിണി എഴുത്തുകാരനാണ്. ഗാഥൺ, അതുപോലെ തന്നെ സാംഗ്രണ, കൊങ്കിണി എന്നൊക്കെ പറയുമ്പോൾ ഗാഥൺ, സാംഗ്രണ, റുമാദ് ഫുൾ, സപ്പൻ മോങ്കി. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയി ഞാൻ റൗണ്ട് ചെയ്യാം, സുനാമി സൈമൺ. അത് നമുക്ക് കിട്ടും അല്ലെ? നമുക്ക് സൈമൺ എന്നുള്ള പേരെ വെച്ചിട്ട് ഒരുപാട് സിനിമകളൊക്കെ അടുത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് സുനാമി സൈമൺ ആണ് കേട്ടോ. സുനാമി സൈമൺ ആലോചിക്കണേ. അതുപോലെ കാർമേലിൻ, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാർമേലിൻ. അപ്പൊ ഗാഥൺ, കാർമേലിൻ, അതുപോലെ തന്നെ സുനാമി സൈമൺ, ചിത്തരങ്ങി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. നിങ്ങൾ കോഡാക്കി വെച്ച് ഇതും നിങ്ങൾ പഠിക്കണം. അപ്പൊ സമയം നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൂട്ടുകാരെന്ത് ചെയ്യുക, ഇതും കോഡാക്കി വെക്കുക. അപ്പൊ സുനാമി സൈമൺ ഒക്കെ മോസോയുടേതാണ്. ദാമോദർ മോസോ കൊങ്കിണി എഴുത്തുകാരനാണ്. ജ്ഞാനപീഠം കിട്ടുന്നു. സുനാമി വരുന്നു അല്ലെ? കാർമേലിൻ, ഓക്കെ, കാറൊക്കെ ഒഴിച്ചു പോയിരുന്നോ, സ്വപ്നത്തിൽ കണ്ടതാണെന്നോ, ഗാഥൺ, സാഗ്രണ, ചിത്തരങ്ങി എല്ലാം ഒന്ന് കോഡാക്കി കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കുക. മലയാള സാഹിത്യത്തിലെ ഒരുപാട് കൃതികൾ, എഴുത്തുകാരൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോഡാക്കി വെച്ച് പഠിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ്, നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കൂട്ടുകാർ കമന്റ് ചെയ്യണം. കൂട്ടുകാർ അവസാനം വരെ കാണുന്ന എത്ര പേരുണ്ടാവുന്ന അറിയത്തില്ല. കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കണം. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന ആരാണ് അറിയുന്നവര്? അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖല കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റണം. ഈ മേഖലയിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്ന് ഉള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക കൂട്ടുകാരെ. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.